ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ ഞാൻ വന്നു നിങ്ങൾ കാത്തിരുന്ന നിമിഷമെത്തി. അണ്ണൻ മൈൻക്രാഫ്റ്റ് കളിക്കാൻ തുടങ്ങി. അത്രേ ഉള്ളൂ. ഫ്രീ ഫയറൊക്കെ നിർത്തി. അതിന് കാര്യം മൈൻക്രാഫ്റ്റ് ഇനി കളിക്കണം, മനസ്സിലായല്ല. ഞാൻ സുധിയണ്ണൻ്റെ വീഡിയോ കൊണ്ട് ഇൻസ്പയറായി മൈൻക്രാഫ്റ്റ് കളിക്കാൻ തുടങ്ങി. എന്ത് മൈൻക്രാഫ്റ്റ്, മനസ്സിലായല്ല. ഇപ്പോഴത്തേക്ക് നമ്മുടെ വീഡിയോയുടെ ഗോൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ അടിക്കണം. കൊള്ളാം. എനിക്കതൊന്നും വലിയ ഇഷ്ടമായി ഗൈസ്. പിന്നെ ഞാൻ ഇന്ന് ചുമ്മാതൊന്നുമല്ല മൈൻക്രാഫ്റ്റിൽ വന്നേക്കുന്നത്. ഞാനിന്ന് ദൈവമാണ്, മൈൻക്രാഫ്റ്റ് ദൈവം. എൻ്റെ വിടലി. ഞാനാണ് മൈൻക്രാഫ്റ്റ് ദൈവം. നിങ്ങൾ വിശ്വസിക്കൂലും വിശ്വസിച്ചാലും ഞാൻ അങ്ങനെ മൈൻക്രാഫ്റ്റ് ദൈവം എന്ന് പറഞ്ഞുതരാം. ഞാൻ പണ്ട് ഇങ്ങനെ നടന്നു പോയെന്ന്. ഞാൻ പണ്ട് സുധിയണ്ണൻ്റെ കൂടെ ആയിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സുധിയണ്ണൻ പറഞ്ഞ് ഞാനൊരു ലെറ്റ്സ് പ്ലേ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം, അതുകൊണ്ട് നീ പോക്കറ്റ് എഡിഷൻ ഒരു ദൈവം വേണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞ് അതിനൊരാളെ കണ്ടുപിടിക്കേണ്ടതെന്ന്. അപ്പോൾ സുധിയണ്ണൻ പറഞ്ഞ് നീ വേണം പോക്കറ്റ് എഡിഷൻ്റെ രാജാവ് ദൈവമായിട്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ് അതെനിക്കൊന്നും അറിഞ്ഞുകൂടല്ലോ എന്ന്. അപ്പോൾ സുധിയണ്ണൻ പറഞ്ഞ് നീ ഇത്രയും നാളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് നിനക്ക് പോക്കറ്റ് എഡിഷൻ എല്ലാ കാര്യം അറിയാം, അതുകൊണ്ട് നീ തൊട്ട് മൈൻക്രാഫ്റ്റ് ദൈവമായിട്ട് അറിയപ്പെടുമെന്ന്. അങ്ങനെ ഞാൻ മൈൻക്രാഫ്റ്റ് ദൈവമായി. ഇപ്പോഴെങ്ങുമല്ല, 2-3 വർഷം മുമ്പ്, മനസ്സിലായില്ലേ. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ഗോൾ പറഞ്ഞുതരാം. അതിന് മുമ്പ് എൻ്റെ ക്യാമറ വ്യൂ ഒന്ന് മാറ്റട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അണ്ണൻ്റെ പേര് പോയി. അതിൻ്റെ കാര്യം ഞാനൊന്ന് സിഗ്നിങ് ചെയ്യാൻ ശ്രമിച്ചു, എൻ്റെ ഗെയിമർ ടാഗ് മാറിപ്പോയി. അപ്പം ഞാനിനി വീഡിയോയുടെ ഗൂഗിൾ പറഞ്ഞു തരാം. അതിന് മുമ്പ് എൻ്റെ ഗെയിമർ ടാഗ് പോയതിന് എല്ലാവരും ഒന്ന് ദുഃഖാചരണമായിട്ട് എല്ലാവരെയും ഞാൻ ഈ കുഴി കാണിച്ചിരുന്നതാണ്. ഈ വേൾഡ് കണ്ട ആർക്കെങ്കിലും മനസ്സിലായോ ഇതെന്ത് വേൾഡാന്ന്? മൈൻക്രാഫ്റ്റ് വേൾഡാണെന്ന് എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവും, അതുപോലെ കാര്യം. ബട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു വേൾഡ് സുധിയണ്ണൻ്റെ ജാവാസീഡാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇത് സുധിയണ്ണൻ്റെ ജാവാസീഡാണ്. സുധിയണ്ണൻ്റെ ലെറ്റ്സ് പ്ലേ സീരീസിൽ ജാവാസീഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. അണ്ണൻ ആ വീഡിയോ ചെന്ന് കണ്ട് എന്നിട്ട് ആ ജാവാസീഡിങ് എടുത്ത്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ എനിക്ക് വേണ്ടി ഈ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ വരുന്നു നിനക്ക് ഇവിടെ നടയി പെട്ടെന്ന്. അപ്പോൾ ഞാൻ പറയും ഈ ബെഡിനെ ഞാൻ 2 ഷീപ്പിനെ തെളിക്കുന്നുണ്ടാക്കിയതെന്ന്. അപ്പോൾ നിങ്ങൾ പറയും ഇവിടെ ഗ്രേ ഷീപ്പും ഒരു വൈറ്റ് ഷീപ്പും ഉണ്ട്, ഞാൻ അതിൻ്റെ അകത്ത് 2 വൈറ്റ് ഷീപ്പിനെ തെളിക്കുന്നു. പിന്നെ അപ്പോൾ നിങ്ങൾ ചോദിക്കും വുഡ് എന്ത് ചെയ്ത്. അപ്പോൾ ഞാൻ പറയും ഞാൻ വെറും ഇതിന് മാത്രമുള്ള വുഡ് മാത്രമേ മെയിൻ ചെയ്തുള്ളൂ. അപ്പോൾ നിങ്ങൾ പറയും നീ ഇവിടെ ആയിപ്പോന്ന്. അപ്പോൾ ഞാൻ പറയും ഉണ്ടായിരുന്നു വീഡിയോ കണ്ടിട്ട് വെക്കണോ, ഇല്ലെങ്കിൽ എൻ്റെയൊക്കെ വീട്ടിൽ കയറി തെറ്റുന്നു. അപ്പോൾ നിങ്ങൾ പറയും ഞങ്ങൾ വീഡിയോ കണ്ടോളാം. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ ആയിട്ട് ഈ ഒരു കുഴി കണ്ട, ഈ കുഴി സ്ലാഗ് അടിക്കുന്ന അയ്യോ അതെ രാത്രിയായി എൻ്റെ ഒന്നുമില്ലാത്ത ഞാനിപ്പോൾ ചത്തു. അയ്യോ എന്ത് ചെയ്യും? എവിടെടാ ബെഡ്, ബെഡ് ഇവിടെ എങ്ങാണ്ടല്ലേ കേസ്. എൻ്റെ ബെഡ് കൊണ്ടുവന്ന് ഇട്ടിട്ട് പോയി. ബെഡ് മോനെ, ബെഡ് എന്തിയുടെ എൻ്റെ ബെഡ് എന്തിയുടെ ആണ്ടടാ. അങ്ങനെ ഞാനൊരു രാവിലെയാക്കി. അത് നമുക്ക് എപ്പോഴത്തേയും ചടങ്ങായിട്ടുള്ള സോറി നോക്ക് നമ്മുടെ നിങ്ങൾ ചോദിച്ചില്ലേ മൈൻക്രാഫ്റ്റ് ദൈവത്തിന് എങ്ങനെ മൈൻക്രാഫ്റ്റ് ദൈവമായിരുന്നു. ഈ കാണുന്ന ബുക്ക്, ഇതിൻ്റെ അകത്ത് കാണിക്കുന്ന ഈ ബുക്കില്ലേ, ഈ കാണിക്കുന്ന ഈ പച്ച ബുക്ക്, ഇതാണ് എനിക്ക് സുധിയണ്ണൻ തന്നത്. അപ്പോൾ ഈ സാധനം വെച്ചാണ് ഞാൻ ക്രാഫ്റ്റ് ചെയ്യാൻ പോണത്. അതിന് മുമ്പ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? മൈൻക്രാഫ്റ്റ് യൂട്യൂബേഴ്സിനെല്ലാം അറിയാം മൈൻക്രാഫ്റ്റിൻ്റെ ഫസ്റ്റ് നിയമം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കാർഡ് പൊട്ടിക്കുക എന്നാണ് കരുതുന്നതെങ്കിൽ അല്ല. മൈൻക്രാഫ്റ്റിൻ്റെ ഫസ്റ്റ് നിയമം മരം മുറിക്കുക. അതെ, നമ്മളിവിടെ ഒരു മരപ്പടിക്കാരനാകുകയാണ് ഗൈസ്. എൻ്റെ പവർ കണ്ട മരം ഇടിച്ചു പൊട്ടിക്കും. നമ്മൾ ഈ മരം എങ്ങനെയും മുറിക്കും ഗൈസ്. ബാക്കി മരം പോരി പോൻ്റെ വേ. ഈ മരം കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് ആർക്കും അറിഞ്ഞൂടെന്ന് പറയണ്ട. എൻ്റെ യൂട്യൂബ് കാണുന്നവർക്ക്, ഈ ന്യൂബുകൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഈ മരം ഉണ്ടെങ്കിലേ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാൻ പറ്റൂ. അയ്യോ എനിക്ക് വിശക്കുന്നു. അതിന് മുമ്പ് വല്ലതും വേണമെങ്കിൽ ഓക്ക് പ്ലാങ്ക്സ് വേണം. കുറച്ച് ഓക്ക് പ്ലാങ്ക് ഒപ്പിക്കട്ടെ. ഓക്കെ, നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ മതി. പിന്നെ ഒരു 4, 8, 12, 20 സ്റ്റിക്ക് ഞാൻ ക്രാഫ്റ്റ് ചെയ്ത്. എന്തിനാന്ന് ചോദിക്കണ്ട, എനിക്കറിയാൻ പാടില്ല. ഇനി നമ്മുടെ ബെഡ് നമ്മളിവിടെ ആയിട്ടൊരു കൊച്ചു വീട് പണിയും കേസ്, എന്നിട്ട് ഇവിടെ ഒരു വലിയ വീട് പണിയുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി സോഡ് ക്രാഫ്റ്റ് ചെയ്യണം. ഒരു സോഡ് ക്രാഫ്റ്റ് ചെയ്ത് അയ്യോ എൻ്റെ ഒരു സോഡ് ക്രാഫ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളേ ഉള്ളൂ. പശുവുമ്പേ എനിക്ക് വേണം നിന്നെ. വടാ മോനെ, നിന്നെ അങ്ങ് തല്ലിക്കൊല്ല ആദ്യം തന്നെ. നിൽക്കടാ. നീ എന്താടാ ഭക്ഷണം എന്താടാ? ഞം നീ എവിടെ ഓടുവാ? ഇതൊക്കെ പശുവുമ്പേ അണ്ണനെ കൊണ്ട് മേടിച്ചു വിടുന്നു. ഞാൻ ഈ സാമ്രാജ്യത്തിൻ്റെ രാജാവ്. അത്രേ ഉള്ളൂ. അടുത്തത് ബ്ലാക്ക് ഷീപ്പ്, ഹാവ് യു എനി വൂൾ? യെസ് സാർ ഐ ഹാവ്. എന്തുവാ
എന്തായാലും കേട്ടോ ഓടാ ഓടിക്കോ. പ്ലീസ് ഇവിടെ കുറച്ച് ഈ സാധനം കൊണ്ട് ഇതിങ്ങനെ എടുത്തേക്കാം. അതുകൊണ്ടെങ്കിൽ ഡൈ ഉണ്ടാക്കാം. ഡൈ ഉണ്ടാക്കി നമ്മുടെ ബെഡ് നമുക്ക് ബ്ലൂ കളർ ഡൈ ആക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ നിങ്ങൾക്കൊരു സംശയം കാണും, എനിക്കെങ്ങനെ ഈ ബെഡ് കിട്ടി? ഞാൻ ഇതുപോലൊരു ഷീപ്പിനെ തല്ലിക്കൊന്നതെന്ന് പറയാം. അപ്പം അപ്പോഴും നിങ്ങൾ വിശ്വസിക്കാണ്ട് വരുമ്പോൾ ഞാൻ പറയും, നിങ്ങളോട് ചോദിക്കും അപ്പോൾ BA LLA എന്താന്ന്. അപ്പോൾ നിങ്ങൾ പറയും ബോളെന്ന്. അപ്പം ഞാൻ പറയും ബോളല്ലെന്ന്. അപ്പോൾ നിങ്ങൾ ചോദിക്കും അതെങ്ങനെയെന്ന്. അപ്പോൾ ഞാൻ പറയും ബനാനയെന്ന്. അപ്പോൾ നിങ്ങൾ പറയും അത് സുധിയാണെൻ്റെ കയ്യിലെന്ന്. അപ്പോൾ ഞാൻ പറയും മിണ്ടായിരുന്നു കണ്ടിട്ട് നോക്കണമെന്ന്. അപ്പോൾ നിങ്ങൾ പറയും എന്തുവാണോ ഇതെന്ന്. അപ്പോൾ ഞാൻ പറയും മുണ്ടായിരുന്നു കണ്ടിട്ട് പോകാനല്ലടാ നിന്നോടൊക്കെ പറഞ്ഞതെന്ന്. എന്തുവാ? എനിക്ക് പെയിൻറ്റിങ് ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റുമോ? എത്ര എളുപ്പമാണോ പെയിൻറ്റിങ് ക്രാഫ്റ്റ് ചെയ്യാൻ? മൈൻഡ് ക്രാഫ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഒരു തേങ്ങ അറിയാൻ പാടില്ല. എന്തൊരു കഷ്ടമെന്ന് ഓർക്കണേ. ഒരു പിക്കാക്സ് ഉണ്ടാക്കണമല്ലോ പറഞ്ഞ പോലെ. ഒരു പിക്കാക്സും ആക്സും ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ പിക്കാക്സ് ആക്സ് ഉണ്ടാക്കി നമുക്ക് സ്റ്റോൺ ആക്സ് ഉണ്ടാക്കാൻ പറ്റുമോ ഗൈസ്? വേഗം തല്ലി പൊട്ടിക്കാം. എനിക്ക് ഭയങ്കര പവറല്ലേ. ജസ്റ്റ് മിനിറ്റുകൾ കൊണ്ട് ഞാൻ ഫുഡൊക്കെ പൊട്ടിച്ചെടുക്കും. ജിമ്മി പോണതിൻ്റെ ഗുണമാണ്. എന്തോ കാണിക്കുവാടാ ഇവിടെ ഈ മരം മുറിക്കുന്നു കണ്ടോ? ഇതാരാന്നറിയാവോ? ഇതാണ് എൻ്റെ സിസ്റ്റം. ഈ സാധനമാണ് എൻ്റെക്ക് എല്ലാം വേണ്ടി ചോദ്യങ്ങളൊക്കെ ചോദിക്കണത്. ഞാൻ തന്നെയല്ലോ ഒറ്റയ്ക്ക് ചോദ്യമൊക്കെ ചോദിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കരുതി ഇവിടെ ഒരു സാധനത്തിനെയും കൂടി കൂട്ടാതെ. അപ്പോൾ അതിനായിട്ട് കൂട്ടിയതാണ് ഈ സാധനത്തിന്. ഇത് പൊട്ടിക്കാൻ കുറച്ച് നേരം എടുക്കും. വേഗം ഒരാക്സും പിക്കാക്സും ഉണ്ടാക്കിയില്ല ഒരു പണി നടക്കൂല ഗൈസ്. രാത്രി ആവുന്നതിന് മുമ്പ് നമ്മൾ ആക്സും പിക്കാക്സൊക്കെ എന്തിനാണ് ഉണ്ടാക്കണം? ആക്സും പിക്കാക്സും എന്തിനാന്ന്? മരം മുറിക്കാൻ കോടാലി കണ്ട് എനിക്ക് ഭയങ്കര പവറാന്നൊക്കെ ഞാൻ സമ്മതിക്കാം. പക്ഷെ കുറച്ച് നേരം കഴിയുമ്പോൾ കൈവേനെടുക്കുക. അയ്യോ ഇപ്പോൾ രക്ഷപ്പെടണമെങ്കിൽ ഈ ഒരു സാധനം വേണം. മനസ്സിലായി. എൻ്റെ ചെറിയൊരു ലാഗിങ് ഉണ്ടല്ലോ. എവിടെയാ ഇത് കുറച്ച് വേണം. ഇതാണ് നമ്മുടെ മെയിനായിട്ടും വേണ്ട സാധനം. ഇത് കുറച്ച് ഇങ്ങ് എടുത്തേക്കാം. ഇത് ഫുള്ള് ഞാനിന്ന് ഈ വുഡ് ഫുള്ള് ഞാനിന്ന് ഇതാക്കും. പാട്ടിന് ഡബിങ് ബ്രോ. ഇനി നമുക്ക് അങ്ങനെ ആക്സ് ഉണ്ടാക്കാനുള്ള സാധനം 2 ആക്സ് വേണം നമുക്ക്. ഒരു പിക്കാക്സും പിന്നെ 2 പിക്കാക്സ്. ഇനി അഥവാ എന്തെങ്കിലും ആവശ്യം വന്നാലോ 2 സോഡ് ഇരിക്കട്ടെ. ഇനി നമ്മൾ സ്റ്റോണേജ് ആണ് ഗൈസ്. ഫുള്ള് സ്റ്റോണേജിലോട്ട് മാറാൻ പോവാ. അതൊരു പിക്കാക്സ് എടുക്കാം. ഞാനിപ്പോൾ ആക്സ് ചെയ്താൽ പിക്കാക്സ് എന്ന് കണ്ടുകൊണ്ട് മൈൻക്രാഫ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ആക്സ് ചെയ്താൽ പിക്കാക്സ് എന്ന് ഇപ്പോൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയും. ഒന്നും പറ്റിയില്ല. നമുക്ക് പണി തുടങ്ങാൻ ഗൈസ്. നമുക്കൊരു ഗർത്തം കണ്ടുപിടിക്കണം. എന്തിനാ കണ്ടുപിടിക്കുന്നത്? ഇവിടെ ഉണ്ട്. മടക്കൂടി എയറോപ്ലെയിൻ പോകണം. അയ്യോ എനിക്ക് വിശക്കുന്നു. കുറച്ചങ്ങ് തിന്നട്ടെ. ആദ്യം പോയി ഫർണസ് ഉണ്ടാക്കാൻ പോവാ. ഫർണസ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇത് വേണമല്ലോ ഗൈസ്. അതിനാണ് ഞാൻ ഇത് പൊട്ടിക്കാൻ പോണത്. അങ്ങനെ ഞാൻ സ്റ്റോണേജിലോട്ടായി ഗൈസ്. സ്റ്റോണേജ് ആയിട്ടുള്ള വെപ്പൺ ഉണ്ടാക്കണം. ഇനിയിപ്പോൾ ഞാൻ പോയി വെപ്പൺ ഉണ്ടാക്കിയിട്ട് സ്റ്റോണേജ് ആവട്ടെ. കുറച്ച് കൊബിൾ സ്റ്റോൺ വേണം നല്ലപോലെ. 4 കൊബിൾ സ്റ്റോൺ ഇത്രയും നേരം എഴുതി കേട്ടോ. എനിക്കിത് പോരാ. ഇവിടെ ഒത്തിരി നേരം മൈൻഡ് ചെയ്തുകൊണ്ട് നിന്നാൽ രാത്രിയാവണം അറിയത്തില്ല. രാത്രിയാവണം അറിഞ്ഞില്ലെങ്കിൽ തീർന്നു. ഒന്നും പറയണ്ട. എല്ലാ സോംബി വന്ന് അടുത്ത എപ്പിസോഡിൽ ഞാൻ ഒരു അയൺ ആർമർ ഒക്കെ ആവും. അതിനാന്ന് ചോദിച്ചാൽ ഞാൻ ഓഫ് ക്യാമറ ഇരുന്ന് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഗ്രൈൻഡൊക്കെ ചെയ്ത് അവസാനം അയൺ ആർമർ ഉണ്ടാക്കും ഗൈസ്. അതാണ് നമ്മുടെ പരിപാടി. അല്ല നമ്മുടെ വീടിന് വേണ്ടി റോ മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്യണം. അങ്ങനെയും കുറച്ച് പണിയുണ്ട്. എനിക്ക് പുതിയതായിട്ട് എന്തോ അച്ചീവായി. എന്തുവാണ് എന്തോ നോക്കാം. ഈ ആൻഡസൈറ്റ് ഒന്ന് ക്രിയേറ്റീവ് മോഡ് കളിച്ച് ഇങ്ങനെ ആയി ഗൈസ്. ഇത് പറയാനാ. ഇന്നലെ മാത്രമല്ല ക്രിയേറ്റീവ് മോഡിലെ ലാസ്റ്റ് വീഡിയോ ഇട്ടത്. ഇവിടെ ഇറക്കാം ഉണ്ടായിടാ. അവൻ കീഴിയിരുന്ന് എന്നെ ചതിക്കാൻ നിൽക്കുന്നു. അപ്പം നിങ്ങളവർക്ക് മൈൻക്രാഫ്റ്റ് ചെയ്യുമെന്നല്ലേ പറയുന്നത്. എന്തിനാ ആക്ക് വെച്ച് തോട്ടിച്ചെന്ന്. അതൊക്കെ ഒരു സുഖമാണ് ഗൈസ്. ചുകം ഇത് ചുകം തരും നേരം. ഇതൊക്കെ ഇതാ ഗൈസ്. ഞാൻ സ്റ്റോണേജിലോട്ട് മാറാൻ പോകുന്നു. പിക്കാക്സ് ഒരു പിക്കാക്സ് 2 പിക്കാക്സ്. സോഡ് നമുക്ക് ആവശ്യമില്ല. സോഡ് വലിയ ആവശ്യം വരുന്ന സാധനമല്ല. 2 ആക്സ് ഇത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ നമുക്ക് ഫർണസ്. ഗൈസ് ഫർണസിന് സാധനമില്ല. 3 സ്റ്റോൺ. എന്താടാ ഗൈസ് നമുക്കെന്താ ഗൈസ് പ്രശ്നം? എന്താ നമ്മുടെ എല്ലാ സാധനവും ഉണ്ട്. നമ്മൾ പോയി ഇപ്പം ഫർണസ് ഉണ്ടാക്കാനുള്ളതും കൊണ്ടുവരും. ഇപ്പോൾ വരും. ഇത് കണ്ടിച്ചു തരാം. ആണ്ട് ഇവിടെ ഉണ്ടല്ലോ എൻ്റെ ഒരു കോബിൾ സ്റ്റോൺ. ഞാൻ കരുതി എൻ്റെ ഒരു കോബിൾ സ്റ്റോൺ എന്ത് ചെയ്യും? ഇതെന്താടാ കയറാൻ പറ്റാത്ത? ഒരു ഡർട്ടിങ് എടുത്ത് അതൊക്കെയും കണ്ണു കാണാൻ വയ്യ. എന്താ സംഭവം? ഈശ്വര ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. വേഗം വിട്ടോടാ.
ഗൈസ് ഇവിടെ ക്രീപ്പർ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല, അതുകൊണ്ട് ക്രീപ്പർ പിന്നെ കൊന്നേനെ. ഞാൻ വേഗം കുറച്ച് ഫർണസ് ഉണ്ടാക്കി എൻ്റെ കൂര ഉണ്ടാക്കട്ടെ, ഇല്ലേ നാളത്തെ വീഡിയോ ഇടാൻ ഞാൻ ഉണ്ടാവൂല, അവസ്ഥയിലോട്ട് മാറും. ഈ വീഡിയോ ഇച്ചിരി ലോങ് ആവും നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ലോങ് ആവും, അല്ലാണ്ട് ഒരു പണിയില്ല. അതുപോലെ എനിക്ക് വേറെ പണിയൊന്നുമില്ല. പിന്നെ കുറച്ച് നാളത്തേക്ക് നോക്കണ്ട, ചിലപ്പോൾ കുറച്ചാഴ്ചത്തേക്ക് ഞാൻ വീഡിയോ ഒന്നും ഇടൂല. അതിന് കാര്യം എക്സാമൊക്കെ വരുന്നുണ്ട്, അപ്പോൾ അതിന് പ്രിപ്പയർ ആവണം, അങ്ങനെ കുറച്ച് പണിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഈ വീഡിയോ അങ്ങ് എടുത്തിട്ടത്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എന്തിനാണ് ഞാൻ ഈ സാധനം പൊട്ടിക്കുന്നത് ആർക്കറിയാം. സ്റ്റോൺ മൈൻ ചെയ്യാൻ വന്നവനാ, കണ്ണീ കണ്ടത് മൈൻ ചെയ്തുകൊണ്ട് അങ്ങ് പോകുക. വിവരം വേണം ഗൈസ്, ആർക്കും ഇല്ലാത്തൊരു സാധനം എനിക്ക് കിട്ടിയില്ല, പക്ഷെ എല്ലാവർക്കും ഉള്ള സാധനം എനിക്ക് കിട്ടിയില്ല. എന്തു പറയാനാ, ബുദ്ധി വേണ്ടേ? എന്തു പറയാനാടാ. ഞാൻ പശുവുമ്പേനെ തല്ലിക്കൊല്ലാൻ പോവാ. പശുവുമ്പേ എന്നെ കണ്ട് ഓടുന്നില്ലേ? ഓടണ്ട, ഞാൻ ഇപ്പം തല്ലിക്കൊന്ന് കാണിച്ചു തരാം. ഹൈ ഹൈ. അടുത്തത് നെക്സ്റ്റ് ആരാ? കുതിരമാമ്പി. ഹൈ. കുതിരനെ കൊല്ലം ഓടിക്കാണ്ട് കട. കുതിരനെ ഞാൻ കൊല്ലും. ചവിട. വേണ്ട, പന്നി മതി. പന്നി സെറ്റ്. ഞാൻ കൊച്ചുകൊണ്ടല്ലോ. നീ എന്തോ വേണം നിൽക്കൂടാ, നിന്നെ ഞാൻ കൊല്ലും. ഇത് പൊട്ടിച്ചാൽ വിത്ത് കിട്ടൂടാ, ഇപ്പം കിട്ടുന്നില്ലല്ലോ. അത് ലക്ക് വേണം, ലക്ക്. എൻ്റെ ലക്കൻ്റെ അത്ര ഇല്ല, എനക്കാട് ലക്ക് വേണം. വൺ ടാപ്പ് കണ്ടോ, വണ്ടാ പഠിക്കാനൊക്കെ പഠിച്ച്. ഇന്ന് ഞാൻ ചിക്കൻ ഫ്രൈ ഇന്ന് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി. എനിക്ക് ആരും ഉണ്ടാക്കിയായിരുന്നു. ഞാൻ ഇന്ന് പോയി ചിക്കൻ ഫ്രൈ തിന്നും ഗൈസ്. അപ്പം എനിക്ക് വരൂലേ? നിനക്ക് വരൂല, നീ ഇവിടെ. അവൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് അനാവശ്യം കമൻ്റ് അടിക്കാൻ വന്നിരിക്കുന്നവനോ. എനിക്ക് വിശക്കുന്നു. വിശക്കുന്നു. 2 ഫർണസ് വേണ്ട, 1 ഫർണസ് മതി തൽക്കാലം. ആ വീട് ഉണ്ടാക്കിയോണ്ട് വെക്കണം. നമുക്ക് വീടുണ്ടാക്കണമെങ്കിൽ കുറച്ച് വേണം ഗൈസ്. ഇവിടെ പ്ലേസ് ചെയ്യാം. അങ്ങനെ ഞാൻ തിന്നാൻ പോകുന്നു. തിന്നാൻ വലിയ കാര്യത്തിൽ ചാടി ഇറങ്ങി. ഇനി എന്തായാലും എൻ്റെ ഒരു പിക്കക്സ് പൊട്ടാറായി. ഇതങ്ങ് വേവിച്ചേക്കാം. ഇത് ഞാൻ വേവിച്ചിന്ന് ചിക്കൻ ഫ്രൈ ആക്കി തിന്നോടാ. ഇത് വേവാൻ ഇച്ചിരി സമയം എടുക്കുമല്ലോ. പറഞ്ഞ പോർക്ക് ചോപ്പാണ് ഉണ്ടാക്കിയത് നീ. മിൻ്റെ ഇറക്കാ വീഡിയോ കൊള്ളാനാ. എൻ്റെ വേറെ ഇറങ്ങി വേറെ ഇറങ്ങി. ഇനി പോയി കോഴീനെ കൊല്ലാം. കോഴി. ഹയ്യമ്മ ഊള്. താൻ കൂടാ കോഴി. വീണില്ലടാ, വീഴടാ, കുഴി അയ്യോ ഗൈസ്, സന്ധ്യയാവുന്നു. വീട്ടിലേക്കോട്ട് പോയി. വീടില്ല, നമുക്ക് വീടില്ല ഗൈസ്. കാടാ നമുക്ക്. ഉടനെ തന്നെ ഒരു ചെസ്റ്റ് ഉണ്ടോ. അയ്യോ എടാ, അത് രാത്രി ആവടാ. ഗൈസ് ലാഗ് അടിക്കുന്നു, ക്രാഷ് ആവാൻ തോന്നുന്നു. ഉറങ്ങും ബ്രോ. ഒരു തേങ്ങ ഇതിൻ്റെ അകത്ത് വെക്കാവൂലിപ്പം. ഈ മൈൻക്രാഫ്റ്റ് കളിക്കുന്ന സുധിയണ്ണനെ സമ്മതിക്കണം. ഞാൻ ഉറങ്ങി ഗൈസ്. അങ്ങനെ 2ാമത്തെ ദിവസവും കഴിഞ്ഞ്. അയ്യോ ഗൈസ്, എനിക്കെന്താ ഓടാനൊന്നും പറ്റാത്തേ. ഞാൻ ഇന്ന് ഫുഡ് വേട്ടൊക്കെ ഇറങ്ങാമെന്ന് കരുതിയിരുന്നപ്പോഴാണ് ഓർത്തത് എൻ്റെ ഇഷ്ടം പോലെ ഫുഡായിട്ടില്ല. അണ്ണന് ഫുഡ് വേണം ഗൈസ്. ഫുഡല്ല, കോൾ മഞ്ചാൻ ബ്രോ. അതിനിപ്പോൾ ഫുഡ് വേണം ഗൈസ്. ഫുഡുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ. നമുക്കൊരു കൊച്ചു വീട് പണിയാണ് ഇന്ന്. ഈ ഒരു വീഡിയോക്കകത്ത് തന്നെ നമ്മളൊരു കൊച്ചു വീട് പണിയാണ്. ഹൈ. എനിക്കിത് ഭയങ്കര ഇഷ്ടം. ഹയ്യമ്മ. ഞാനൊരു ബെഡും കൂടി ക്രാഫ്റ്റ് ചെയ്താലോ എന്ന് ആലോചിക്കുക. അതെന്തിനാടാ? മനസ്സുഖം. ഇതെങ്ങനെയും ഒന്ന് പൊട്ടിച്ചെടുക്കണം ഗൈസ്. മോനെ നീ എനിക്കുള്ളതാ. ഞാൻ പറഞ്ഞില്ലേ ക്രീപ്പർ വല്ലതും കീഴിലുണ്ടോ? മനസ്സിലാവുള്ളൂ. ഇറക്കാം. നീ ചുമ്മാ വന്നിരിക്കുവാന്ന് എനിക്കറിയാം. നിനക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, പോടാറേ. ഈ വുഡ് എന്തോടെ ഈ മരം ഇങ്ങനെ? ഹീറോ ബ്രെയിൻ വല്ലതും കാണിച്ചു വെച്ചയാണോ? ഇല്ല, എൻ്റെ പേടി ഹീറോ ബ്രെയിൻ കയറൂല. കാരണം ഹീറോ ബ്രെയിൻ എന്നെ പേടിയാണ്. ഞാൻ പണ്ട് ഹീറോ ബ്രെയിനെ തല്ലിക്കൊന്നതാണ്. അതുകൊണ്ട് ഹീറോ ബ്രെയിനും ഹീറോ ബ്രെയിൻ്റെ അച്ഛനും എല്ലാവർക്കും എന്നെ പേടിയാണ്. പിന്നെ വാർണം പറയേ വേണ്ട. അവനൊക്കെ പേടിക്കണ്ട. നമ്മൾ 10ാമത്തെ എപ്പിസോഡ് കണ്ടിട്ട് അങ്ങനെ കുടി. ഇന്ന് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഞാൻ പറയും എടാ മിണ്ടാരുടെ ഇറക്കാമെന്ന്. കാര്യം എന്താണെന്നറിയാവോ, എൻഡർ ഡ്രാഗനെ കൊല്ലാൻ മാത്രമൊന്നും എൻ്റെ സാധനങ്ങളൊന്നുമില്ല. ആകപ്പാടി സ്റ്റോൺ ആക്സും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ എൻഡർ ഡ്രാഗൻ എന്നെ വോയിഡിലെറിഞ്ഞ് കഥം ഒന്നും ആയിപ്പോവും. എന്തേലും ആയിക്കോട്ടെ. ഇറക്കാം ഓർഡറാ. എൻ്റെ ആളിന് സ്പീഡ് പോരാ. ഇനി സ്കിന്നിൻ്റെ കുഴപ്പമാണോ? പക്ഷെ സുധിയെണ്ണം ഭയങ്കര സ്പീഡ് കൊടുക്കും കേട്ടോ. പുള്ളിക്കാരൻ പിന്നെ മൈൻക്രാഫ്റ്റ് ദൈവമാണല്ലോ. ഞാനും മൈൻക്രാഫ്റ്റ് ദൈവമാണ്. കൊള്ളാം ഗൈസ്. പൊരേൻ്റെ മണ്ടക്കൂടി 4 പ്ലെയിൻ പോയി ഗൈസ്. എൻ്റെ പൊരേൻ്റെ കൂരേൻ്റെ മണ്ടക്കൂടിയാണ് ഗൈസ് പോയത്. നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലേലും അണ്ണൻ്റെ കൂരയുടെ മണ്ടക്കൂടി 4 പ്ലെയിൻ പോയി. 2 പോകാൻ അത് പിന്നെ പ്ലെയിന് പോകാൻ മനസ്സില്ലായിരുന്നു.
ഞാനല്ല പ്ലെയിൻ ഓടിക്കുന്നത്. ഞാൻ എന്ത് കാണിക്കുന്നതെന്ന് ആരെങ്കിലും എനിക്കത് പറഞ്ഞു തരാമോ? എനിക്കറിഞ്ഞൂടാ. ഇടർക്കാൻ നിന്നെ ഞാൻ എന്തോ കാണാൻ പറഞ്ഞു വെച്ചേക്കടാ ഇവിടെ. എനിക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നീ വേണം സഹായിക്കാൻ. മൾട്ടിപ്ലെയർ ഇത്രയും മതി, 3 ബ്ലോക്ക്. ഇതിനെ കൂടുതലാക്കി കഴിഞ്ഞാൽ എൻ്റെ ബ്ലോക്കില്ല കേസ് കൊടുക്കാൻ. അതുകൊണ്ടാണ്, അല്ലാണ്ട് ഞാൻ പിശുക്കിയിട്ടല്ല. മനസ്സിലായല്ലോ? നമുക്കിനി വലിയ ബിൽഡ് ചെയ്യും, അപ്പോഴത്തേക്കും അതിനാവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത്രയും ബ്ലോക്ക് ഇവിടെ വെക്കുന്നുള്ളൂ. ഇനി കുറച്ച് കോബിൾ സ്റ്റോണൊക്കെ എടുക്കണം. എടാ ഇവന്മാരെ കൊല്ലടേ. നമുക്കിവിടെ ഞാനിപ്പോൾ ഇപ്പോഴേ സോംബീനെയും സ്കെൽറ്റനെ ഒന്നും കൊല്ലാൻ പോകാത്തത് ഒന്നാമത്തെ കാര്യം എൻ്റെ ആർമറില്ല. ഒന്നും ലെതർ ആർമറിൽ ഇട്ടുകൊണ്ട് പോയില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടൂല. ഇനി ഇരുന്നോണ്ടിടാം. വേണ്ടേ? മോൺസ്റ്റർ ഹണ്ടർ എടുക്കണം കേസ്. അതിന് പേടിക്കണ്ട, ഞാനിവിടെ ഒരു വില്ലേജ് കണ്ടുപിടിച്ചിട്ടുണ്ട് അങ്ങ് ദൂരെ. അപ്പോൾ നിങ്ങൾ ഇത് ഞാൻ എങ്ങനെ കണ്ടുപിടിച്ചെന്ന് ഞാൻ ചുമ്മാ പറഞ്ഞു കേട്ടോ, വിശ്വസിക്കല്ലേ. ഞാൻ സുധിയണ്ണൻ്റെ വീഡിയോയിൽ ഈ ഇവിടെ വില്ലേജ് ഉണ്ടായിട്ട് കണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിങ്ങൾ അതും പറഞ്ഞ് എന്നെ തെറ്റിയിരിക്കരുത്. ഞാൻ ക്രിയേറ്റീവ് മോഡിലൊന്നും ചെയ്തില്ല. മനസ്സിലായല്ലോ? മനസ്സിലായി ബ്രോ. ഹൈ മാറിപ്പോയില്ലെങ്കിൽ നീ എന്ത് തലക്കെട്ടണമെങ്കിൽ 2 അടിയും വെച്ച് കൊടുക്കും. പറഞ്ഞേക്കാത്ത കുതിര. ഞാൻ എന്ത് കാണിക്കുന്നത്? ആരെങ്കിലും പറഞ്ഞ അത് പിന്നെ വുഡ് പഞ്ച് ചെയ്യണം. ഈ വുഡ് മൈൻ ചെയ്യുന്ന അയ്യോ എൻ്റെ വുഡ് തീരാറായി. ഇപ്പോഴാണ് ശ്രദ്ധിച്ചേ. വുഡ് മൈൻ ചെയ്യണം. 4 എണ്ണം ഉണ്ട് കേസ്. അത് മതി. 4 എണ്ണമൊക്കെ മര്യാദയായിരിക്കുമല്ലേ. 3 എണ്ണമാണ് നമ്മളിവിടെ ബ്ലോക്കിൻ്റെ ഹൈറ്റ് ആയിട്ടുള്ളത്. അയ്യോ പണി കിട്ടി. ഇനിയും വേണം കേസ്. നമുക്കപ്പം മരത്തിനെ കൊല്ലാൻ പോകാം ഗൈസ്. ഈ വുഡ് ഞാൻ പൊട്ടിച്ചളയാൻ പോവാം. എന്താ ബ്രോ? എന്നിട്ട് ഞാൻ ഇവിടെ ഓക്ക് പ്ലാങ്ക് വെക്കും. അപ്പോൾ അതിനും കൂടിയുള്ള ആവശ്യമുള്ള ഗൈസ് എനിക്ക് കോബിൾ സ്റ്റോണൊക്കെ ഓക്കല്ലേ. ഇതൊന്നും എടുത്തോട്ടെ. സ്റ്റോൺ കട്ടർ ഉണ്ടാക്കറോ? സ്റ്റോൺ കട്ടറൊന്നും ഇപ്പോഴും ഉണ്ടാക്കത്തില്ല. കാര്യം കഴിയൂലെന്നല്ല. ഒന്നാമത്തെ കാര്യം നമുക്ക് ബ്ലാക്ക് സ്മിത്തിങ് ഇവിടെ അങ്ങനെ കുറച്ച് സാധനമൊക്കെ ഉണ്ടാക്കാനുണ്ട്. ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് മാത്രം നമ്മളിവിടെ കോബിൾ സ്റ്റോൺ ഇടാത്ത എന്താണെന്നറിയാവോ? ഇവിടെ ഓക്ക് പ്ലാങ്ക് ഇടാൻ പോവാം. ഇപ്പോൾ കാണിച്ചൊരു ഭംഗി കിട്ടും. ഇപ്പിച്ചിരി ഇതുണ്ട് കാണാൻ. പിന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അയ്യോ എനിക്കൊരു ചുക്കുമില്ല. അയ്യോ എൻ്റെ ബെഡ് പോയി. ഞാൻ ഇനി ഇവിടെ കിടന്ന് തുടങ്ങി. അപ്പം ഞാൻ നിങ്ങളോർക്കും ഞാൻ എന്തിനാ രാത്രി വീട് പണിഞ്ഞ് വെക്കുന്നതെന്ന്. രാത്രിയല്ല, ഈ പട്ടാപ്പകൽ ഞാൻ എന്തിനാ വീട് പണിഞ്ഞ് വെക്കുന്നതെന്ന്. അല്ലേ എൻ്റെ വീട് പണി മുടക്കാൻ നോക്കുന്നവന് എന്തോ ചെയ്യണ വീടിൻ്റെ സാധ്യതയാണ്. എൻ്റെ വീടൊന്ന് നശിപ്പിച്ചു കളയാൻ ഇറങ്ങിയേക്കും അവനങ്ങ്. ഇവിടെ ആയിട്ട് എൻ്റെ ബെഡ് പ്ലേസ് ചെയ്യട്ടെ. ഇങ്ങനെ മതി. ഇത് ഡൈ ചെയ്യാൻ പറ്റുമോ ഗൈസ്? ഞാൻ നോക്കട്ടെ. ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ബ്രോ? എൻ്റെ പറ്റും. ബ്ലൂ ഇത് മതി. എനിക്കിത് ആദ്യം ചെയ്യണം. അങ്ങനെ ഞാൻ ഒരു ബ്ലൂ ബ്രെഡ് ഉണ്ടാക്കി. ഞാൻ ബ്ലൂ ബ്രെഡ് ഉണ്ടാക്കി. ഞാൻ പോയി മൈൻ ചെയ്യട്ടെ. നേരത്തെ പോലെ വല്ല ക്രീപ്പറും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പുറകിൽ നിന്ന് വാൺ ചെയ്യണം. മനസ്സിലായല്ലോ? കോള് വായനം പോയി മൈൻ ചെയ്യാൻ ബ്രോ. കോള് നമുക്ക് പിന്നെ മൈൻ ചെയ്യാം ബ്രോ. ഇച്ചിരി അത്യാവശ്യം ടൂളൊക്കെ ആയിട്ട്. ഓക്കെ നോക്കണ്ട, ഞാൻ ആ ഒരു വീട് പണിഞ്ഞിട്ട് ഈ ഒരു എപ്പിസോഡ് എൻ്റെ ആക്കും. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. ഒത്തിരി ലോങ് ഒന്നുമില്ല. ഈ എപ്പിസോഡ് ഞാനിപ്പോൾ എൻ്റെ ആക്കാൻ വേണോ? പക്ഷേ എനിക്കിത് മൈൻഡ് ചെയ്ത് എൻ്റെ വീടിൻ്റെ പണി കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പോഴത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കുറച്ച് സ്ലാബ് ഒപ്പിക്കണം. ഞാൻ എന്താ വരുന്നു എന്നാണ് സുധി അണ്ണം പറയാറ്. പക്ഷെ അണ്ണം പറയും ഇപ്പോൾ ചെയ്യുന്നു. ഞാൻ ഇതിൻ്റെ അകത്ത് തിന്നാൻ വല്ലതും ഉണ്ടോ നോക്കട്ടെ. എന്തായാലും ഒരു വുഡ് മാത്രമായിട്ട് ഇരിക്കണ്ട. നീ ഞാൻ കത്തിയേരി പിന്നെ തിന്നാൻ വേണ്ട മനുഷ്യന്. എന്തുവായിരുന്നു എനിക്ക് ഉണ്ടാക്കണ്ടേ? സ്ലാബ്. വുഡിൻ്റെ ആവശ്യമില്ലായിരുന്നു. 12 സ്ലാബ് ഞാൻ എടുത്തിട്ടുണ്ട്. ശരിക്കും സ്റ്റോണിന് അഡ്വാൻറ്റേജ് മനസ്സിലായില്ല? എന്ത് അഡ്വാൻറ്റേജ് പൊട്ടിച്ച് എനിക്കെൻ്റെ മണ്ടക്ക് കയറിയിരിക്കണം. ഈ സാധനം കാണാം. സ്പീഡിന് 4 പ്ലെയിനാണ് എൻ്റെ കൂരയുടെ മണ്ടക്കൂടി പിന്നെയും പോയത്. എന്ത് കഷ്ടമാണ്. എൻ്റെ ഫാൻസ് ആയിരിക്കും ഗൈസ്. ഈ എൻ്റെ വീട് ഞാൻ കാണിച്ചു തരാവേ. ഈ കാണുന്ന എൻ്റെ വീടൊന്നും അല്ല. ഇത് ഞാൻ ജസ്റ്റ് ട്രയൽ ഹൗസ്. മനസ്സിലായില്ലേ? എന്ത് ട്രയൽ ഹൗസ്? അതുകൊണ്ട് ഇതൊന്നും അല്ല. ഞാൻ ഇവിടെ കൊട്ടാരം കിട്ടും ഗൈസ്. അടുത്ത എപ്പിസോഡിൽ ഞാൻ കൊട്ടാരത്തിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതിനുള്ള റിസോഴ്സസും ഞാൻ കളക്ട് ചെയ്ത് വെച്ചേക്കാം. ഞാൻ സുധിയണ്ണനെ കണ്ട് ഇൻസ്പയർ ആയി. അയ്യോ ഗൈസ് 12 ക്രാഫ്റ്റ് ചെയ്ത് പോരാ.
പോരാ, 6 കൂടിയാണ്. ഇനി ഞാനൊരു 12 പിന്നെ ക്രാഫ്റ്റ് ചെയ്ത് ഇനി ഞാനിതെങ്ങനെ കയറും അത് ഞാൻ ഓർത്തില്ല. പിന്നെ എന്താ പറയുക, അയ്യോ എൻ്റെ ബ്ലൂടൂത്തും വേഗം നോക്കട്ടെ. 1 2. എന്തുപോലൊരു നമ്പർ ഉണ്ടാക്കണം. അയ്യോ എനിക്ക് വിശക്കുന്നല്ല. വിശപ്പ് വിശപ്പ് വിശപ്പേ. റിയൽ ലൈഫിൽ എനിക്കിങ്ങനെ പെട്ടെന്ന് അങ്ങ് വിശക്കും. മീറ്റു ഇറക്കാം ഉണ്ടായിരുന്നോ ഇല്ല നിനക്ക് ഇടിയ. അപ്പോൾ ചുമ്മാ അനാവശ്യ കമൻ്റ് അടിക്കാൻ വന്നിരിക്കുക. നിനക്ക് അഥവാ ഇനി എൻ്റെ വീഡിയോസിന് കമൻറ്റ് ഇടണമെങ്കിൽ നീ എൻ്റെ ചാനലിൽ കയറി താഴത്ത് കമൻറ്റ് ഇട്ടോണം. അല്ലാണ്ടെങ്ങാണം കമൻറ്റ് ഇട്ടോ നിനക്ക് ഇടിയ. ഓക്കെ ബ്രോ. ഇത് മൊത്തം പൊട്ടേണ്ടി വരുമല്ലേ. അതെന്തിനി മൊത്തം പൊട്ടിപ്പോകും ഗൈസ്. എന്താണെന്ന് അറിയൂടെ എൻ്റെ മൈൻക്രാഫ്റ്റൊക്കെ ഇപ്പോൾ വന്നു ഇങ്ങനെ ചെടിക്കോ. ഇത് ഇനി പൊട്ടിച്ചെടുക്കാം. അങ്ങനെ ഞാൻ എൻ്റെ കുഞ്ഞു ഭവനത്തിൻ്റെ പണി കംപ്ലീറ്റ് ആക്കാറായി ഗൈസ്. 2 വാതിലും കൂടി പണിയാ. ഗൈസ് നമുക്കിതാദ്യം ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പം നിങ്ങളൊക്കെ ഞാൻ ഇടയ്ക്ക് എന്താ പോസ് ചെയ്തത്, എനിക്കൊരു ചെറിയ ചായ കുടിക്കാനായിട്ടാണ് പോസ് ചെയ്തത് ഗൈസ്. എനിക്കൊരു ചെസ്റ്റ് വേണം. ചെസ്റ്റ് അർജൻറ്റായിട്ട് എനിക്ക് വേണം. ചെസ്റ്റും വേണം, ചെസ്റ്റ് ഡോറും വേണം. ചെസ്റ്റ് ഇല്ലെങ്കിൽ ഒരു പണി നടക്കൂല. കാര്യം ഇത് പൊട്ടിച്ചു കളഞ്ഞാൽ ബെഡ് ഇരിക്കൂല. സെറ്റ് ഇതൊന്നെടുത്ത് ഇവിടെ ഇട്ട് നമുക്ക് 2 ചെസ്റ്റ് വെക്കാം ഗൈസ്. 4 4 10 അങ്ങനെ ചെസ്റ്റ് വെക്കാം. ഡബിൾ ചെസ്റ്റ് ആണ് വെക്കാൻ ബ്രോ. 2 ചെസ്റ്റ് മതി ഗൈസ്. ഡബിൾ ചെസ്റ്റ് ആകും ബ്രോ. അത് ഒരുമിച്ച് വെച്ചാൽ അറിയാം. ഞാൻ മൈൻക്രാഫ്റ്റ് ദൈവമാണ്, അതുകൊണ്ട് എനിക്കറിയാം. തുറക്കുമെന്നാണ് എനിക്ക് സംശയം. തുറക്കും. സമാധാനമായി. അയ്യോ രാത്രിയാവുന്നു. രാത്രിയാവുന്നു. ആയിട്ടില്ല. എൻ്റെ സ്ക്രീനിൽ ഇരുട്ട് കയറിയതാണെന്ന് തോന്നുന്നു. എന്തായാലും ആയിക്കോട്ടെ. വേഗം ഇവിടെ വുഡ് പ്ലേസ് ചെയ്യട്ടെ. ഇവിടെ എങ്ങാണ്ട് സാൻഡ് ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ പോയി സാൻഡ് അങ്ങ് മൈൻ ചെയ്തിട്ട് വരാം. വേഗം പോട്ടെ. വേഗം പോയി ഒരു 10-12 സാൻഡ്. ആണ്ട് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഈ സാൻഡ്. ഇപ്പം തന്നെ കുറേ നേരം എടുക്കുമല്ലോ. ഞങ്ങളുടെ ഇയാൾക്ക് ഉണ്ടാക്കിയാലോ. നമുക്ക് വേഗം ചെയ്ത് പോകാം ഗൈസ്. എന്തിന് ഇതുണ്ടെങ്കിൽ നമുക്ക് ഗ്ലാസ് ഉണ്ടാക്കാൻ പറ്റുമോ ഗൈസ്? അപ്പോൾ വാതിൽ നമുക്ക് ഉണ്ടാക്കാം. വേഗം പോട്ടെ. ഞാൻ ഈ ഒരു നൈറ്റും കൂടി ഉറങ്ങുക ഗൈസ്. അടുത്ത ദിവസത്തെ രാവിലെ നമ്മൾ വീടിൻ്റെ പണി കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഞാൻ ഇപ്പോഴും ഉറങ്ങട്ടില്ല. സ്കെലറ്റനൊക്കെ വന്ന് നമ്പ് ഇട്ട് കൊല്ലും. എൻ്റെ വീടൊന്നും പൊട്ടിത്തെറിക്കായിരുന്നാൽ മതിയായിരുന്നു. ഒമാരവിടെ പോവാം. പക്ഷെ ഞാൻ ഇപ്പോഴും ഓർത്ത് ലൈറ്റപ്പ് ചെയ്യണം. ഇല്ലെങ്കിൽ സ്കെലറ്റൻ അടുത്ത എപ്പിസോഡ് ഞാൻ ലൈറ്റപ്പ് ചെയ്തോളാം എൻ്റെ വീട്. ഇങ്ങോട്ട് മാറ്റിക്കുക. തിന്നാനുള്ളത് കൊണ്ട് ഗൈസ് എനിക്ക് തൽക്കാലം തിന്നാനുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. നമുക്ക് ഇനി എന്തോരം സാൻഡ് 10 സാൻഡ് കിട്ടി. എന്തുകൊണ്ട് ഇതാക്കും. ഇത് 13 ഉണ്ട്. കത്തുവോ? ഇത് കത്തത്തില്ലല്ലോ. അത് കത്തൂല. ഒരു പിക്കാക്സ് കൊടുക്കാം. അത് തന്നെ ഒരു വൂളും കൂടി വെച്ചേക്കാൻ അകത്തേക്ക് 2 അതുപോലെ ഈ വൂളും കൂടി കൊടുക്കാം. വൂള് കൊടുക്കാൻ പറ്റില്ല ഗൈസ്. ഒരു ആക്സ് കൊടുക്കാൻ ആക്സും കൊടുക്കാം. വേണ്ടത്ത നമുക്ക് സ്റ്റോൺ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഗൈസ്. ബാക്കിയുള്ള എല്ലാം കൊടുത്തേക്കാം. വുഡനെല്ലാം കൊടുത്തേക്ക്. ഇത് ഏകദേശം തയ്യാറായതാ. ഇതെല്ലാം കൊടുക്കാം. അത് ഇത് കത്തിപ്പോട്ടെ. 2 പക്ഷെ ഇവിടെ നിന്ന് സോംബിയുടെ കൊച്ചൊക്കെ തയ്ക്കും. അയ്യോ എനിക്ക് പേടിയില്ല. കൊല്ലടേ. ഇനി ഇത് പ്ലെയിങ് ഗ്ലാസ് ആക്കണം ഗൈസ്. പ്ലെയിങ് ഗ്ലാസ് ആക്കണമെങ്കിൽ ക്രാഫ്റ്റിംഗ് ടേബിളിൽ ചെല്ലണം. ഇതിൻ്റെ അകത്തല്ലേ സാധാരണ ഗ്ലാസ് ആണ്. ഇതിൻ്റെ അകത്താ ഗൈസ് ഗ്ലാസ് വരാറ്. പ്ലെയിങ് ഗ്ലാസ് ഉണ്ടാക്കണമെങ്കിൽ ഇത്രയും ഗ്ലാസ് ഉണ്ടെങ്കിൽ ഇതിൽ ഒരെണ്ണേ ഉള്ളൂ ഗൈസ് ഗ്ലാസ്. കുക്കായി വരണ്ടേ ബ്രോ. എൻ്റെ 3 എണ്ണമായി. അപ്പോൾ 10 എണ്ണവും കൊടുത്തേക്കാം. ഇനി വേണ്ട ഓക്കുളാങ്കല്ലേ എങ്ങനെയല്ലോ ഒപ്പിക്കാം. ഓക്കാണ്ട് കാട്ടി വേണമെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ കാടുള്ളതുകൊണ്ട് എനിക്ക് സുഖമാണ് ഗൈസ് ഓക്കുളാങ്കൊക്കെ എടുക്കാൻ. അടുത്ത എപ്പിസോഡെന്നൊരു എപ്പിസോഡ് ഉണ്ടെങ്കിൽ എനിക്ക് എല്ലാം സെറ്റായിരിക്കും. പിന്നെ എൻ്റെ ഈ ഒരു സൈഡിൽ നിൽക്കുന്ന ആടെ പേരറിയണമെങ്കിൽ ഞാൻ പറയൂല എന്ന് പറയും. അപ്പോൾ നിങ്ങൾ പറയും മര്യാദക്ക് പറയണം, ഇല്ലെങ്കിൽ ഞാൻ ആസ്കാസ് ചെയ്തു. അപ്പം ഞാൻ പറയും ശരി എന്ന് പറയും. ഇവൻ്റെ പേരാണ് ദീക്ഷിത് കുമാരൻ. കുറച്ചും കൂടി വേണം ഗൈസ്. എന്നാലും 16 എണ്ണം നമുക്ക് ഉണ്ടാക്കാം ഒരു ഗ്ലാസ് ഉണ്ടെങ്കിൽ. ഗൈസ് കിട്ടി. നമുക്ക് ഡൈ ചെയ്യാൻ ബ്ലൂ മതിയോ? ഓക്കെ. 16 എണ്ണം ഉണ്ടാക്കണമല്ലോ. കൊള്ളാം. 16 എണ്ണം കിട്ടി എല്ലാം.
ഇവിടെ ഗ്ലാസ് വെച്ച കുഴപ്പം എന്തെങ്കിലും ഉണ്ടാവുക. നമുക്ക് രണ്ടിടത്ത് വെച്ച് മറക്കാം കേസ്. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ ഗൈസ് ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യുമ്പോൾ? നമ്മൾ പേടിക്കണ്ട, ഞാൻ അടുത്ത എപ്പിസോഡിൽ ഇവിടെ ഒന്ന് ടോർച്ച് അപ്പ് ചെയ്യും. അപ്പം നമുക്ക് ഇവിടെ പിന്നെ നമ്മൾ ഒരു അയൺ ഫാർം ഉണ്ടാക്കണം ഗൈസ്. അതിന് വില്ലേജർ ബ്രീഡർ വേണം. അപ്പോൾ വില്ലേജർ ബ്രീഡറെങ്കിലും അടുത്ത എപ്പിസോഡിൽ എനിക്ക് ഉണ്ടാക്കണം ഗൈസ്. അല്ലാണ്ട് ഒരു പണിയും നടക്കൂല. ഇത് ജസ്റ്റ് എന്ത് നമ്മുടെ ചെസ്റ്റിലോട്ട് ആദ്യത്തെ സാധനം വെക്കാൻ പോയാണ്. ജസ്റ്റ് ഓപ്പൺ ചെയ്യാനും പറ്റത്തില്ല. ചെസ്റ്റ് ഓപ്പൺ ചെയ്യും. ചെസ്റ്റ് ആ ചെസ്റ്റ് അവിടെ വെക്കണ്ടായിരുന്നു. പൊട്ടിച്ചെടുത്ത് ഞാൻ പറയുന്ന ചെസ്റ്റ് അവിടെ വെക്കണ്ട. ബെഡും പോട്ടെ, എല്ലാം പോട്ടെ. ഡബിൾ ചെസ്റ്റിൻ്റെ ഗുണമാണത്. ഇപ്പോൾ കണ്ട എൻ്റെ ലോക്ക് ബ്ലാങ്കും ഇല്ല വന്നു പോകുന്നു. ഇതാണ് ഞാൻ ഈ ഓക്ക് ബ്ലാങ്ക് യൂസ് ചെയ്യാത്തത്. ബട്ട് ഞാൻ അത്രക്ക് പൊട്ടനാണ്. എൻ്റെ ഓക്ക് ബ്ലാങ്ക് തീർന്നു. അപ്പോൾ ഫാർമസിയിലേക്ക് നോക്ക് ബ്ലാങ്ക് എടുക്കുക. 6 ഇരിപ്പുണ്ടല്ലോ, കാണാൻ വെച്ചേക്കുവാന്ന് എടുത്തേക്കാം. സോ ആ ഓക്ക് ബ്ലാങ്ക് കൊണ്ട് ഇത് മതിയാവും. നമ്മുടെ താൽക്കാലികമായിട്ടുള്ള ഈ ഒരു പടിക്ക് നമുക്ക് ഓക്കെ, ഞാൻ വീണ്ടും 6 പ്ലാങ്ക് ഉണ്ടാക്കി. ഏതാ ഞാൻ സീനാ. ഇവിടെ ഒരെണ്ണം. ഇനി ഇതിൻ്റെ മണ്ടക്ക് ബ്രെഡ് പ്ലേസ് ചെയ്യാം. ബ്രെഡ് എവിടെ? ബ്രെഡ് ഗൈസ് പണി പാളി. ബ്രെഡ് ബ്ലൂബെറി ജാം. ബെഡിടുക. പോടാ, സൈഡ് മാറി നേരം കുറേ മറങ്ങോട്ട്. ബെസ്റ്റ് ഈ ചെസ്റ്റ് ഇരിക്കണോണ്ട് ഇവിടെ ബെഡ് പിടിക്കും. ഇനി ബെഡ് എന്തിനാ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടുണ്ട്? ഇങ്ങനെ കിട്ടാൻ പോരെ. ഇപ്പം എൻ്റെ ചേട്ടന് പുത്ത് കുറച്ച് കൂടുതലല്ലേ. എൻ്റെ ഗ്ലാസ്. ഈ ഗ്ലാസിൻ്റെ പ്രശ്നം ഇതാണോ? പൊട്ടിച്ച് കഴിഞ്ഞാൽ വെക്കാൻ പറ്റിയില്ല കേസ്. ഇപ്പോൾ എനിക്ക് ഇനി അഥവാ ഇൻവെൻറ്ററി വരികയില്ല കേസ്. ഒരു ഡോർ മതി കേസ്. 3 ഞാൻ ക്രാഫ്റ്റ് ചെയ്താ. എൻ്റെ 3 നോക്കുമ്പോഴോയി. അതല്ല വല്ല സ്മെൽറ്റാണ് പറഞ്ഞത്. ഇതാരാടാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? താങ്കൾ തന്നെ ബ്രോ. അടുത്തത് ഇവനെയൊക്കെ പിടിച്ചിരുത്തുമ്പോൾ ആലോചിക്കണമായിരുന്നു ഞാൻ. അവസാനം ഒരു ഡോറ് ആയി. ഇനി ഞാൻ പോയി ഫെൻസ് ഉണ്ടാക്കട്ടെ. അതിന് മുമ്പ് ഈ ഡോറ് ഒരു തൽക്കാലം എന്തായാലും ആവശ്യം വരൂല. നമുക്ക് ഒരെണ്ണം മതി കേസ് ഡോറ്. അപ്പുറത്തോട് സോംബി കയറാന്. അപ്പുറത്തോട്ട് സോംബി കയറൂല. കയറാൻ നോക്കിയാൽ പോലെ. ഈ ആൻ്റെ സൈറ്റ് സാധനം കൊള്ളാമല്ലോ കേസ്. അങ്ങനെ ഈ ആൻ്റെ സൈറ്റ് സാധനം എന്താണെന്ന് അറിഞ്ഞു. അവിടെ പക്ഷേ നമ്മൾ എടുത്തിട്ടുണ്ടോ അറിയണം. ജുമാറിന് കേട്ടോ എനിക്കറിയാം ഇതെന്തോ സാധനം എന്നൊക്കെ. അത് നിങ്ങൾ പറയും ഞാൻ മൈൻക്രാഫ്റ്റ് ദൈവമാണോ എന്ന്. എനിക്കൊരു സംശയം ഉണ്ടാവും. അപ്പോൾ ഞാൻ പറയും വേണേ കണ്ടിട്ട് പോകണം, അല്ലെങ്കിൽ ഞാൻ കൂട്ടിയിട്ടിരിക്കുമെന്ന്. അപ്പോൾ നിങ്ങൾ പറയും ഞാൻ പോകണമെന്ന്. അപ്പോൾ ഞാൻ പറയും കൂട്ടിയിട്ടിരിക്കും, മര്യാദ കണ്ടിട്ട് പോക്കോളാം. ഇത് വെച്ചിട്ടൊരു കാര്യമില്ല. ഓക്ക് പ്ലാങ്കിനുള്ള സാധനം എൻ്റെ കയ്യിൽ ഇല്ല കേസ്. അപ്പം ഞാൻ ഓക്ക് പ്ലാങ്ക് ഇങ്ങനെ പോകണം. എനിക്ക് വിചാരിച്ചു ഈ വൂളിരിക്കട്ടെ. എന്തായാലും ഇനി വൂൾ ആവശ്യം വന്നാലോ എന്തുണ്ടാക്കാനോ സാധനമൊക്കെ എടുത്ത് വെച്ചേക്കാം. എല്ലാം വീണ്ടാകത്തന്നില്ലേ ബ്രോ. ഈ ഒരു വുഡ് സോഡ് വേണം. സോഡ് ഉണ്ടെങ്കിലും എല്ലാത്തിനും ഈ 2 സാധനം വലിയ ഇതും എല്ലായിടത്തും വെക്കണേ. ഇത് 2 ഇരിക്കട്ടെ. ഇത് 2 ആവശ്യമുള്ള. ഞാൻ പോയി കുറച്ച് മുര മുട്ടിട്ട് വരാം. ഇതാ വരുന്നു. ഒന്ന് ഓടിപ്പോടെ അതുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഈ മരം കാണുമ്പോൾ വെട്ടിയെടുക്കാൻ തോന്നുന്നത് എന്താണെന്നുള്ളത്. എനിക്ക് നല്ല വിശപ്പുണ്ട്. എന്തോ കാണുമോ ഇതങ്ങോട്ട് തിന്നു മോനെ. ഇത്ര ഉള്ളു കാര്യമില്ല. വീട്ടിലിരിക്കണ കിടക്കണ ബ്രെഡ് എടുത്ത് തിന്നൂടാണ്. എനിക്ക് ആ ബ്രെഡ് തിന്നാൻ പറ്റുമായിരുന്നെ കൊള്ളായിരുന്നു. പക്ഷെ പേടിക്കണ്ട, ഇവിടെ എല്ലാം ഉണ്ടാക്കുന്നതായിരിക്കും. ഞാൻ ഇവിടെ ഒരു വലിയ സാമ്രാജ്യം കിട്ടിപ്പോക്കും. അതിൻ്റെ പേര് സുതി ഇട്ട പോലെ റാതി ഇട്ടവണെന്ന് ഞാൻ ഇടൂല. കാര്യം അപ്പം നിങ്ങൾ പറയും സുതിയുടെ കോപ്പിറൈറ്റ് ആകും. എനിക്കങ്ങനെ വേണ്ട. 10 എണ്ണം കിട്ടി. ഓടിക്കോ. അപ്പം എന്ത് പേരിടും? ഞാൻ ഈ ടൗണിന് ഒരു പേര് ഇടൂല. ഞാനത് നിങ്ങളോട് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കും. അപ്പോൾ ആരെങ്കിലും ഒക്കെ കമൻറ്റ് ഇടുമ്പോൾ ഒക്കെ എനിക്കിങ്ങനെ വേണ്ട. ഇതുമാതിരി ഒരു ടാക്ക് കൊള്ളാം. ഇങ്ങനെ മതി. ഈ വുഡ് അങ്ങ് സ്ട്രിപ്പ് ചെയ്ത് വിടാം. സ്ട്രിപ്പ് വുഡ്
ചോട്ടനും ബുദ്ധിയാണെന്ന് ഇപ്പം മനസ്സിലായി. മറ്റത് പണ്ടേ എനിക്കറിയാവുന്ന കാര്യം. അപ്പോൾ അതേ ഞാൻ ഇപ്പോൾ ഈ വീടിൻ്റെ പണി കംപ്ലീറ്റ് ചെയ്ത് ഈ എപ്പിസോഡ് എൻഡാക്കും ഗൈസ്. അപ്പോൾ അത് ഇതിപ്പോൾ തീരും. ഇപ്പം ഉണ്ട് ഇതാണ് ഗൈസിൻ്റെ എൻ്റെ പ്രശ്നം. ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു നല്ല മുഹൂർത്തം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒന്നങ്ങ് നശിപ്പിക്കും എൻ്റെ വീട്. ഉണ്ടോ നിങ്ങൾക്ക് കണ്ടോ മനസ്സിലാവും, ഭയങ്കര ലാഗാ. പക്ഷെ എൻ്റെ ഫോൺ ഇത്ര ലാഗില്ലാത്ത, ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ മാത്രമേ ഈ ലാഗ് വരുന്നത് ഗൈസ്. ഓക്കെ നമ്മുടെ വീഡിയോ ഇതാ കംപ്ലീറ്റ് ആവുന്നു. അതാ ഇപ്പാവും ഈ ഒരു സാധനം കൂടെ സ്ട്രിപ്പ് ചെയ്ത് ഗൈസ്. ഈ കാണുന്നതാണ് ഗൈസ് നമ്മുടെ സ്റ്റാർട്ടർ ബേസ്. നമ്മളിത് വലിയ വീടുണ്ടാക്കും. ഞാൻ കൊട്ടാരം പണിയുള്ള അടുത്ത സ്ഥലത്ത് നോക്കി വെച്ചോളാം. കൊട്ടാരമാണ് ഗൈസ് ഞാൻ പണിയാൻ പോണത്. കൊട്ടാരം ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒന്നുമില്ല. ഒരു കൊച്ചു വീടാണ് ഗൈസ്, കൊച്ചു വീട്, ഒന്നുമില്ലാത്തൊരു കൊച്ചു വീട്. നമുക്ക് ഫുഡെടുത്ത് ചെസ്റ്റ് വെച്ചേക്കാം. ഞാൻ ഇനി ലാസ്റ്റത്തെ സാധനം കൂടി ചെയ്തിട്ട് നിങ്ങളെ വിടുക. ഞാൻ പോയി എൻ്റെ വീഡിയോ ഒന്ന് അല്ല അതിന് മുമ്പ് ഞാൻ പുറത്തോട്ടിറങ്ങാണ്ട് വീഡിയോ അങ്ങനെ മാറ്റി കഴിഞ്ഞാൽ എടുത്തു മതി. ഈ ഒരു ജീവിക്കെടുത്തായി എനിക്ക് ഞാൻ ഈ നിങ്ങളെൻ്റെ വീടിൻ്റെ ഇത് കാണിച്ചു തരാം. എങ്ങനെ എൻ്റെ ഞാൻ ലാസ്റ്റ് ഇൻട്രോ എടുക്കണ ഗൈസ്, അതായത് അവസാനത്തെ സാധനം. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതിന് നമ്മൾ വ്യൂസ് കിട്ടണമെങ്കിൽ പാർട്ട് 2 ഡു കമൻറ്റ്. ഓക്കെ ബൈ, പീസ് ഔട്ട്. ഞാൻ ഔട്ട്.